വീണ്ടും വാർത്തകളിലേക്ക്. തൃപ്പയാർ ഏകാദശി ആഘോഷത്തിന്റെ ഭാഗമായി തൃപ്പയാർ ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 32 ദിവസം നീണ്ടു നിൽക്കുന്ന വാദ്യോപാസനയും ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണവും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 7-നാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. എല്ലാ ദിവസവും രാത്രി ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക ഉണ്ടാകും. ഡിസംബർ 8-ന് തായമ്പകയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിലാണ് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടക്കുക. വാദ്യകലാകാരനും മേളപ്രമാണിയുമായ ചക്കംകുളം അപ്പുകുട്ടൻ മാരാർക്കാണ് സുവർണമുദ്ര സമർപ്പിക്കുക. കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ എൻ സുകുമാരൻ സമർപ്പണം നിർവഹിക്കും. പണ്ടാരത്തിൽ കുട്ടപ്പ മാരാർ പുരസ്കാരം മേളപ്രമാണി ചോറ്റാനിക്കര സുഭാഷ് മാരാർക്കും സമർപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പെരുവനം സംസ്കൃത ക്ഷേത്രം പ്രസിഡന്റ് കോരമ്പത്ത് ഗോപിനാഥൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി V രാജലക്ഷ്മി, MS കാശി വിശ്വനാഥൻ തുടങ്ങിയവരും പങ്കെടുക്കും. തൃപ്പയാർ കിഴക്കേ നടയിൽ നിർമ്മിച്ച ശ്രീരാമ ക്ഷേത്ര കവാടത്തിന്റെ സമർപ്പണം നവംബർ 13-ന് നടൻ സുരേഷ് ഗോപി നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ P മാധവ് മേനോൻ, KM മോഹനമാരാർ, PG നായർ, EB സദാനന്ദൻ, K വേണുഗോപാൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. തൃപ്പയാർ മേൽതൃക്കോവിൽ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശാന്തി മഠത്തിനും ഓഫീസ് മുറിക്കും നടൻ സുരേഷ് ഗോപി ശിലാസ്ഥാപനം നടത്തി. ശില അവിടെ സ്ഥാപിക്കാൻ പാടില്ലാത്തത് നമുക്ക് നാട്ടിൽ നിലനിൽക്കുന്ന കോടതി നിയമം അതിനെയൊക്കെ ബഹുമാനിച്ച് മതിയാവും. നമുക്ക് ഒരുപക്ഷെ പൊതുജനങ്ങൾ തന്നെ ഒരു നട്ടലുണ്ട്, അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയാൽ ഒരുപാട് അരാജകത്വം അതിൻ്റെ പേരിൽ നടക്കും. അതുകൊണ്ട് മാത്രമാണ് പിന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചോരഗുണത്തിന് പിന്നോട്ട് പോകുന്നത്. ഇത് വലിയ അനാദരമാണ്. ആരത് ചെയ്യും? വക്കീലിന്റെ ജോലി അത് ചെയ്യുക എന്നുള്ളതാണ്. കോടതിയുടെ ജോലിയും അത് തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി ഒന്ന് ചൂണ്ടിക്കൊടുക്കുക. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് KK ധർമ്മപാലൻ അധ്യക്ഷനായിരുന്നു. പവിത്രൻ ഇയാനി, MN സജീവൻ, പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ, KV സദാനന്ദൻ, AP സേതുമാധവൻ, ജോഷി ബ്ലാങ്ങാട്ട്, ഭരതൻ വെളമ്പത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ മാലിന്യ പ്രശ്നത്തെ ചൊല്ലി തർക്കവും ഇറങ്ങിപ്പോക്കും. സുബൈദ മുഹമ്മദ് പ്രസിഡന്റ് എന്ന നിലയിൽ പങ്കെടുക്കുന്ന അവസാന യോഗമാണ് തർക്കത്തിൽ മുങ്ങിയത്. വാടാനപ്പള്ളി സെന്ററിലും പരിസരങ്ങളുമായി കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് CPM CPI അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വാടാനപ്പള്ളി പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ മാലിന്യങ്ങളും ഒരേ വാർഡിൽ തന്നെ നിക്ഷേപിക്കുന്നത് അംഗങ്ങൾ എതിർത്തു. അതേസമയം മാലിന്യം ജനവാസമില്ലാത്ത മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കുവാനുള്ള ശ്രമം നടക്കുകയാണെന്ന് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ് വിശദീകരിച്ചു. ഈ വർഷത്തെ തൃപ്പയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള നിറമാല ചുറ്റുവിളക്കുകൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ദേവസ്വം മാനേജർ MS കാശി വിശ്വനാഥൻ അറിയിച്ചു. ആദ്യ ദിനമായ ബുധനാഴ്ച ദേവസ്വം ജീവനക്കാരുടെ വകയാണ് നിറമാല. തുടർന്നുള്ള 35 ദിവസങ്ങളിലും നിറമാലയും ചുറ്റുവിളക്കും ഉണ്ടാകും. സിനിമാ താരം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ വക വഴിപാടായാണ് നിറമാലയും ചുറ്റുവിളക്കും നടത്തുന്നത്. തായമ്പക, പഞ്ചവാദ്യം, നാദസ്വരം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഏകാദശി കലാസാംസ്കാരിക പരിപാടികൾ ഈ മാസം 28-ന് ആരംഭിക്കും. ഡിസംബർ 5-ന് നൃത്തോത്സവവും 6, 7, 8 തീയതികളിൽ സംഗീതോത്സവവും 9-ന് ദശമി ദിനത്തിൽ പഞ്ചരത്ന കീർത്തന ആലാപനവും ഉണ്ടാകും. ഡിസംബർ 10-നാണ് തൃപ്പയാർ ഏകാദശി. മാപ്പിളപ്പാട്ടിന്റെ ഇമ്പമുള്ള ഈരടികളിൽ മുങ്ങിയ ഇശൽ നിലവ് നാട്ടുകാർക്ക് ഹൃദ്യാനുഭവമായി. കൂരിക്കുഴി നോർത്ത് നിലവ് കൂട്ടായ്മ സംഘടിപ്പിച്ച മാപ്പിള ഗാന സായാഹ്നത്തിലാണ് എരിഞ്ഞോളി മൂസയും കണ്ണൂർ സീനത്തും ആലപിച്ച ഇശലുകൾ തേൻമഴയായത്. मेरा
മേറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മേറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ പാടി ബിലാലെന്ന പൂങ്കുയില് കണ്ടി പാവനദീനി തേനീച്ചല് കതിളകും കൂട്ടത്തില് മുന്നേ കെളിമത്തുറിപ്പിച്ച പൂങ്കരള് പാടി ബിലാലെന്ന പൂങ്കുയില് കണ്ടി പാവനദീനി തേനീച്ചല് കതിളകും കൂട്ടത്തില് മുന്നേ കെളിമത്തുറിപ്പിച്ച പൂങ്കരള് നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ രണ്ടു മണിക്കൂർ നീണ്ട പരിപാടികൾ ആസ്വദിക്കുവാൻ കുട്ടികളും സ്ത്രീകളും അടക്കം വൻ ജനക്കൂട്ടമാണ് നിലവ് നഗറിൽ തടിച്ചുകൂടിയത്. ഈശ്വൽ സന്ധ്യയോടനുബന്ധിച്ചുള്ള മതസൗഹാർദ്ദ സമ്മേളനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടക സമിതി കോർഡിനേറ്റർ KK അഫ്സൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ എരിഞ്ഞോളി മൂസ, കണ്ണൂർ സീനത്ത്, സീതി മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. ലത്തീഫ് വാടാനപ്പള്ളി ധനസഹായം വിതരണം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, പഞ്ചായത്ത് അംഗം KA പുരുഷോത്തമൻ, PMA ജബ്ബാർ, PK ഹംസ, RM സൈനുൽ ആബിദീൻ, TK അലി, KK സക്കരിയ, KB ഹബീബ് എന്നിവരും സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം SI ജനങ്ങളോട് മോശമായി പെരുമാറുന്നുവെന്ന് വ്യാപക പരാതി. SN പുരത്ത് വ്യാപാരിയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് കടയടപ്പ് സമരവും ധർണയും. കേരളോത്സവത്തിലെ വോളിബോൾ മത്സരത്തെ ചൊല്ലി ചാമക്കാല ഹൈസ്കൂളിൽ വിദ്യാർത്ഥി സംഘടനം. +2 വിദ്യാർത്ഥിക്ക് പരിക്ക്. ഇശലുകളിൽ വിസ്മയം തീർത്ത് കണ്ണൂർ സീനത്തും എരിഞ്ഞോളി മൂസയും. കുരിക്കുഴിയിൽ നിലവ് കൂട്ടായ്മയുടെ ഇശൽ നിലവ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.